everyone, my name is Abhinan and here I am from the MS News. Well, today is a very sunny day. It's very hot and yeah, there's a lot of heat. Well, guess what? We have the same heat here at the MH English School today. Why? Today is the MH Parliament election. Let's look at the updates in our school. So, what do you think? Who's gonna win these elections? How is the elections gonna go? It's a very exciting moment for me because first time I'm conducting the election in Cambridge. Like all the houses have done a great job. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ തന്നെ നടക്കുന്നത് നമ്മളെ സയൻസ് ഡിപ്പാർട്ട്മെന്റ് വകയാണ്. അപ്പോൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മളെ മെമ്പറാണ് ഹിയർ ഈശ്വര മാം. എന്താണ് പ്രഡിക്ഷൻസും അഭിപ്രായമൊക്കെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കുറിച്ചിട്ട്? എല്ലാവരും നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ 4 ഹൗസസ് അവർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല ഗ്രൂപ്പ് 6 ഏകദേശം 3ാമത്തെ ക്ലാസ്സും കഴിയാറായി. ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ സ്പീഡായിട്ട് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യത്തെ ഇലക്ഷനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല രീതിയിലാണ് ഇലക്ഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൗസ് പാറ്റേൺ എന്ന രീതിയിൽ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും വളരെ ഹെൽത്തി കോമ്പറ്റീഷനാണ് 4 ഹൗസ് പാറ്റേൺസും തമ്മിലുള്ളത്. സാറിനെന്താ തോന്നുന്നത് ഇപ്രാവശ്യം ഇലക്ഷനൊക്കെ എങ്ങനെയായിരിക്കും തോന്നുന്നു? വർഷങ്ങളായി നമ്മുടെ MH ഇംഗ്ലീഷ് സ്കൂളിലെ ഡെപ്പാൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഇലക്ഷൻ വിദ്യാർത്ഥികൾക്കിടയിലൂടെ പ്രത്യേകിച്ച് MH ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം നമ്മുടെ ഹെഡ് ബോയ് ഹെഡ് ഗേൾ കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നു എന്നുള്ളത് വളരെ നല്ലൊരു പുതിയ ഒരു സിസ്റ്റം. വിദ്യാർത്ഥികളെല്ലാവരും ആവേശത്തിലാണ്. പോളിംഗ് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ MH പാർലമെന്റ് വേറൊരു നല്ല കാര്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിന് മാത്രമല്ല നമുക്ക് വോയിസ് കൊടുക്കുന്നത്. നമ്മൾ ബസ് ഡ്രൈവേഴ്സ് ചേച്ചിമാര് എല്ലാവർക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വോട്ടിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുടെ? ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യാണ്. എന്തായാലും നല്ലൊരു തന്നെയാണ്, വളരെ നല്ല ഇതാണ്. What do you think the election results are going to be for you? Since you are the candidate, what do you think your predictions are? So apparently the competition is very tight, so we don't have a prediction. So let's see. Yeah, I hope everyone will vote for me. Let's hope for the best. She's a new teacher, and how do you feel about the elections? Okay, as you said, I'm a new teacher in MH, and I think everything in MH is very unique. In them, the best one is the election because the students are able to cast their vote, which they will be only able to vote when they reach the age of 18. But this is a new experience for them, and I think it's the best idea. സാറിന്റെ അഭിപ്രായം എന്താ പ്രശ്നത്തിൽ? ഇലക്ഷന് നല്ല വീറും വാശിയുണ്ട്, പിന്നെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു ഡെമോക്രാറ്റിക് ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ജനാധിപത്യ ബോധം എന്താണെന്ന് മനസ്സിലാവട്ടെ. നാട്ടിൽ പ്രതികരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രതികരിക്കാനൊക്കെ ശേഷി കുട്ടികൾക്ക് ഉണ്ടാവട്ടെ, ലീഡർഷിപ്പ് വരട്ടെ. അങ്ങനെ നമ്മുടെ നാടിനും കൂടി ഇതൊക്കെ ഒരു ഉപകാരമാവട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. We also have our students over here. So what do you think about the elections for our little ones here? It's really great for the small kids because they are understanding the value of election. Actually, always the adult peoples are getting opportunity to do the election, but here the small kids are getting opportunity and understanding the values what they have to do in the future. They also know about the value because they already know what is election. And So we have a Topaz House captain over here with us. As a captain, what are your expectations for your house? Like this is actually a very tight competition between the houses. Like all the candidates are equally like all full of caliber and they know how to talk. They have leadership qualities and all. So during the MH elections, there's a chance it could be pretty chaotic. So during these times, we have our SPCCs over here. As an SPC, how do you think you're gonna maintain the order and discipline? Obviously, we'll make an orderly line. We'll make the voters, they'll stand in an orderly line. They'll keep quiet. They'll act accordingly. We'll check for room inside the class. If there's room, we'll take them in by order. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് ബിക്കോസ് ദേ ആർ ഫെമിലിയർ വിത്ത് ദ സിറ്റുവേഷൻ വിച്ച് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അടിപൊളി, നന്നായിട്ട് വോട്ടിംഗ് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് പോകുന്നുണ്ട്. So what do you have to say to the children who are going to lose? The advice which I would like to give is like failure and
winning is a part and parcel of life. The children should learn how to handle the failure as well as the victory. എന്തായാലും നമ്മുടെ ഇലക്ഷൻ നടക്കുകയാണ്. സോ ടോപ്പേഴ്സ് ഹൗസിൻ്റെ ക്യാപ്റ്റനാണ്. എന്നാൽ പോലും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും കഴിവുള്ള കുട്ടികൾ, അതായത് എല്ലാ നിലയിലും അക്കാഡമിക്സ് ആണെങ്കിലും നോൺ അക്കാഡമിക്സ് ആണെങ്കിലും എല്ലാ രൂപത്തിലാണെങ്കിലും ശരി, ഏറ്റവും നല്ല കുട്ടികൾ ഉന്നതിയിലെത്തട്ടെ, അവർ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രാവശ്യം നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിജയ് സാർ വലിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ അധികം വേഗമായിട്ട് കഴിഞ്ഞു. അപ്പോൾ സാറ് അതിനെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം PHP ഡാറ്റാബേസ്, പിന്നെ അതുപോലെ തന്നെ ASP ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സുകൾ അതുപോലെ ഫേക്ക് വോട്ടുകൾ പരമാവധി ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള സിസ്റ്റമാണത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറമെ അബ്രോഡുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് വൺ ടൈം ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലിങ്ക് അതിൽ തന്നെ ജനറേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ അത് മാറ്റുന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക് കിട്ടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. We have a school's principal over here. He is here with us for the voting election. So what are your opinions this year? It's so nicely you have done it with the entire team, and the candidates were superb. All are equal, all my children. Yeah. And I thought that we would vote for everybody, but I have to select only 20. Is it not? So have you voted, sir? Have Yes, you, yes, yeah. yes. Okay, sir. So what do you think about the software though? Like this year it's very different from the Google. Yes, software. yes. He has done an excellent job in doing these things, and we feel that I think one touch we will get the entire thing. Superb. അപ്പോൾ നമ്മളിവിടെ നമ്മളെ 2 ഹൗസ് പാറ്റേൺസ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം ഇവരുടെ വിദ്യാപ്രതീക്ഷയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഇന്ന് നമ്മളുടെ ഫൈനൽ ആയിരുന്നു. അതായത് ഇത്രയും ദിവസത്തെ ജേർണിയിൽ ഇന്നായിരുന്നു ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ ക്യാമ്പയിൻസ് നടത്തി, ഓരോരുത്തർ പോയി കണ്ടു, പിന്നെ വോട്ട് ചോദിച്ചു. നമ്മൾ വേണ്ട നമ്മുടെ കാൻഡിഡേറ്റ്സ്, നമ്മുടെ ഞാൻ റൂബിയുടെ പാറ്റേൺ, അപ്പോൾ റൂബിയുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടത്ര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് റിസൾട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ സഫയർ ഹൗസിൻ്റെ ക്യാപ്റ്റനാണ്. സോ ഇറ്റ് വാസ് സോ ഫാർ സോ ഗുഡ്. വി ഡിഡ് മാക്സിമം ക്യാമ്പയിൻസ്, മാക്സിമം പ്രോഗ്രാംസ്, ആൻഡ് വി ഹാവ് സപ്പോർട്ടഡ് അവർ സ്റ്റുഡൻസ് ആസ് ഫാർ വി ക്യാൻ ഡു ദാറ്റ്. So we hope for the best. And this time election has a separate aura compared to the other years. So we are enjoying that. So despite them being patrons, they are very friendly. They don't take this as a really big competition. They still value their friendship a lot. That's what we can see over here. So next we have Nishat over here. He's one of the pillars for this whole election process. So this year's election is out of the ordinary. There's a lot of changes this year. Could you explain the changes? Changes. First of all, let me share something about the software updations. When we compare with the last year, fantabulous updations occurred here with the help of our new CS faculty in Sir Vivesh. Fantabulous software we developed, and with the help of that we were able to complete the election process within an hour itself. You can check many of the booths are already filled. In the sense, the process completed approximately. Compared to the previous years, this year's election was very energetic and competitive. Heartfelt congratulations and best wishes for all the teachers and my beloved students and the parents who make this event a grand success. So just like that, our MH Parliament elections, it's almost over. It's almost 1 in the afternoon, and yeah, the schools are back to normal. Yeah, and as it has come to an end, what I would like to end this off with this is that failure is not the end. There's a lot more to come. Even if you lost out of the 40 candidates, even 20 of you lose, it's not the end. There's a lot more to come, and this is your reporter Abhinand signing off.